അപ്പൊ ഈശോയോട് ചോദിച്ചു, എന്ത് അധികാരത്തിലാണ് നീ ഇത് ചെയ്യുന്നത്? വാട്ട് അതോറിറ്റി? അപ്പൊ ഈശോ, ഓക്കെ, മൈ അതോറിറ്റി ഈസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണോ സെന്റൻസ്? അതായത് ഒരാൾ സെന്റൻസ് തുടങ്ങി വെച്ചു, അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ അല്ല ഈശോ പലപ്പോഴും പറയണേ, അല്ലേ? എന്തധികാരത്തിലാ ചെയ്യണേ? അപ്പൊ ഈശോ എന്താ തിരിച്ച് അങ്ങോട്ട് ഒരു ചോദ്യം ചോദിച്ചു, എന്ത്? സ്നാപയോഹന്നാന്റെ ജ്ഞാനസ്നാനം ഭൂമിയിൽ നിന്നാണ് സ്വർഗത്തിൽ നിന്നാണ്? അപ്പൊ ചില നെഗറ്റീവ് തുടങ്ങുമ്പോ നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ പറയാൻ നിൽക്കണ്ടല്ലോ, അല്ലെ? നമ്മൾ അയ്യോ അയാള് തുടങ്ങി വെച്ചില്ലേ, അപ്പൊ ഞാൻ അതിന്റെ കണ്ടിന്യൂഷൻ പറയാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചിന്തിക്കാം. അവൾ ഇങ്ങനെ പറഞ്ഞല്ലേ. ഇപ്പൊ ഒരാൾ എന്നോട് പറയാണ്, നീ എന്തൊരു അഹങ്കാരിയാ എന്ന് പറയാന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അതെയോ നിന്റെ കാര്യോ എന്ന് ചോദിച്ചാൽ എന്താ അതിന്റെ ധ്വനി? അയാൾ തുടങ്ങി വെച്ചൊരു നെഗറ്റീവ് കോൺവെർസേഷൻ ഞാൻ കണ്ടിന്യൂ ചെയ്തു. അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ അയാൾ പോയി കഴിഞ്ഞിട്ട് ഓ എന്നാലും എന്നെ അഹങ്കാരി എന്ന് വിളിച്ചു വിടും. അതായത് ഒരാള് തുടങ്ങി വെച്ച നെഗറ്റീവ് ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ എന്റെ ക്വാളിറ്റി എന്താണ്? ഞാൻ ദൈവവചനാണോ കണ്ടിന്യൂ ചെയ്യണേ? അല്ല, എന്റെ പ്രീ ഓക്യുപ്പേഷൻ എന്താണ്? ഒരാള് നെഗറ്റീവ് പറഞ്ഞ എന്റെ സെൽഫാണ് വരുന്നത്. ഓ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പോ ദൈവത്തെ ധ്യാനിച്ച്, ദൈവത്തെ പൂജിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ സ്നേഹിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരാൾക്ക് ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും കണ്ടിന്യൂ ചെയ്യേണ്ട ടോപ്പിക് അവർ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ അത് ആ കോൺവെർസേഷൻ തിരിച്ചു വിടും, അല്ലെങ്കിൽ സൈലൻസ്. പീലാത്തോസ് ഈശോയോട് ചോദിച്ചു, എന്താണ് സത്യം? അപ്പൊ ഈശോ സത്യം അതിന്റെ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് അപ്പൊ പറഞ്ഞു, ഈശോ ആണ് സത്യം, പിന്നെ എന്താണ് സത്യം ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് ആരാണ് സത്യം എന്നെങ്കിലും ചോദിച്ചാൽ മതിയായിരുന്നു. പരിശുദ്ധ അമ്മയോട് ആൾക്കാർ കുറേ പേര് ചെന്ന് പറഞ്ഞു, നിന്റെ മോൻ കണ്ടില്ലേ ഭ്രാന്തനാണ്, സ്ത്രീകളുടെ കൂടെയൊക്കെയാണ് നടപ്പ്, അതാണ് ഇതാണെന്ന് പറഞ്ഞപ്പോ പരിശുദ്ധ അമ്മ എല്ലാറ്റിനും എക്സ്പ്ലനേഷനും ന്യായീകരണം പറയാൻ നിന്നോ? പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് ഇങ്ങനെ ചിന്തിച്ച്, ഗാഢമായി ചിന്തിച്ച്, ദൈവവചനത്തിന് ഗർഭം ധരിച്ച് ജന്മം കൊടുത്ത് വചനം മാംസമാക്കി ഇങ്ങനെ നടക്കും. ഒരാള് എന്തെങ്കിലും നെഗറ്റീവ് തുടങ്ങി വെച്ചാൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവവചനത്തിലായിരിക്കുന്നു, അതിനോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ആഡ് ചെയ്യുക, അങ്ങനെ പോവാം. അല്ലെങ്കിൽ എന്തായി? നമ്മൾ അയാൾക്കൊരു കൺട്രോൾ കൊടുക്കല്ലേ, എന്ത്? നീ നെഗറ്റീവ് തുടങ്ങിയാൽ ഞാൻ കണ്ടിന്യൂ ചെയ്യും. സോ വാട്ട് ഈസ് മൈ ക്വാളിറ്റി? നമ്മുടെ ചില ഇത് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാടെന്ന് പറയില്ലേ, അല്ലേ? നമ്മൾ ഈ കൊമ്പ് അല്ലെങ്കിൽ ഈഗോ, ഞാൻ മർമ്മം പോയിട്ടില്ലേ, അതായത് ഞാനിങ്ങനെയാണെങ്കിലും ധരിച്ചു നിൽക്കുക. ആ സമയത്ത് തന്നെ ഒരാൾ വന്നിട്ട് നീ അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ നമുക്ക് കൊള്ളും. അതിനും ഭേദം ദൈവത്തിനെ ധ്യാനിച്ച് നടന്നു നോക്കിയേ, ദൈവവചനം ധ്യാനിച്ച് നടന്നു നോക്കി. ആൾക്കാർ എന്തെങ്കിലും എന്നോട് പറഞ്ഞാൽ അതിന്റെ കണ്ടിന്യൂവേഷൻ അല്ല, പക്ഷെ ഞാനിപ്പോ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവചനം. ഈശോ പറഞ്ഞു, മറ്റുള്ളവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോ, നിങ്ങളെ കുറിച്ച് സകലതും വ്യാജമായി പറയുമ്പോൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. അങ്ങനെ ഞാനൊരു ദൈവവചനം ഇങ്ങനെ ധ്യാനിച്ച് നടക്കുന്ന സമയത്താണ് ഒരാൾ വന്നിട്ട് എന്നോട്, നിന്നെ ഒന്നിനും കൊള്ളില്ല, നീ എന്താ വിചാരിക്കുന്നത്, വാട്ട് ഡു യു തിങ്ക് ഓഫ് യുവർ സെൽഫ്, അഹങ്കാരി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിന്റെ കണ്ടിന്യൂഷൻ ചിന്തിക്കാൻ പോയില്ല. ഞാൻ എന്താ ധ്യാനിച്ചുകൊണ്ട് നടക്കണേ? മറ്റുള്ളവരെ അവഹേളിച്ച് ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. സോ ആ ദൈവവചനം ഞാൻ ധ്യാനിച്ച് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഐ വിൽ കണ്ടിന്യൂ വിത്ത് ദാറ്റ് വേർഡ് ഓഫ് ഗോഡ് ഈവൻ ഇഫ് അതേഴ്സ് സേ സംതിങ് നെഗറ്റീവ് ഓർ അഗെയിൻസ്റ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ ഈ ഹേർട്ട് ആവാനേ സമയമുള്ളൂ. പിന്നെ പ്രതികാരം ചെയ്തു, പിന്നെ എങ്ങനെ ഇയാളെ താഴ്ത്തണ്ടേ നോക്കി, അങ്ങനെയൊക്കെ എന്തിനാ പോവാൻ നിൽക്കണം? സോ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് to meditate on the word of God all the time. നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, മനസ്സിൽ എന്തെങ്കിലും ധ്യാനിക്കുന്നുണ്ടെങ്കിൽ, let it be the word of God. അപ്പൊ ബാക്കിയുള്ളവർ പറഞ്ഞ് നമ്മൾ അതുമ്മ പിടിച്ച് വേറൊരു ഡയറക്ഷനിലേക്ക് പോവില്ല, അല്ലേ? ഇപ്പൊ ഈ ദൈവവചനം ധ്യാനിക്കാത്ത സമയത്ത് ഒരാൾ പറഞ്ഞെങ്കിൽ ഇയാളാരപ്പ പറയാൻ, അപ്പൊ എങ്ങോട്ട് പോയി? കോൺവെർസേഷനും ചിന്തയും ഫുള്ള് ഡയറക്ഷൻ എങ്ങോട്ട് പോയി? മദർ പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ ഇങ്ങനെ മദർ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്, അത് റിമോട്ട് കൺട്രോൾ, ഡോണ്ട് ഗിവ് യുവർ റിമോട്ട് കൺട്രോൾ ഇൻ ടു അതേഴ്സ് ഹാൻഡ്. അപ്പൊ അവര് ഒരു ബട്ടൺ ഞെക്കുമ്പോൾ, നേരത്തെ പറഞ്ഞ പോലെ മർമ്മം, ആ കറക്റ്റ് ബട്ടൺ ഞെക്കുമ്പോഴായിരിക്കും ഇവിടെ ജമ്പ് നൂല് വലിക്കുമ്പോ അതിനനുസരിച്ച് ചാടാം.
അപ്പൊ ഈശോ പരിശുദ്ധ അമ്മ വിശുദ്ധർ അങ്ങനെയായിരുന്നില്ലേ? ബാക്കിയുള്ളവർ നൂല് വലിക്കുമ്പോ ചാടാനും ദേഷ്യപ്പെടാനും ഹേർട്ടാവാനും. നമ്മളൊരു ദൈവത്തിന്റെ ഒരു ഇതിൽ പോകുന്നു, ബാക്കിയുള്ളവർ പറഞ്ഞ് മൈൻഡ് ചെയ്യണ്ടെന്നല്ല, എന്തെങ്കിലും കറക്റ്റ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കാം. അല്ലാതെ ഇങ്ങനെ ചാടാന്നല്ല, എപ്പോഴും ചാടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ റിമോട്ട് കൺട്രോളില് സിസ്റ്റർ സ്മൈൽ വരുമ്പോൾ സിസ്റ്റർ സ്മൈൽ ചെയ്യും, റിമോട്ട് കൺട്രോൾ സിസ്റ്റർ. അപ്പൊ നമ്മുടെ വികാരങ്ങളും എക്സ്പ്രഷനും ഒക്കെ ബാക്കിയുള്ള ഒരു റിമോട്ട് കൺട്രോൾ അമർത്തുന്നതിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ എന്താണ് രന്തം?